ഹായ് എവരിവൺ, എക്സൽ സീരീസിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണിത്. എക്സലിൻ്റെ ഇമ്പോർട്ടൻസ് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഡാറ്റ അനലിറ്റിക്സ് അല്ലെങ്കിൽ ബിസിനസ് അനലിറ്റിക്സ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്ക് എക്സൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് വളരെ എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, ഞാൻ കഴിഞ്ഞ ഒരു 1-2 വർഷമായി മുൻപ് സ്വിഗ്ഗിയിലാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഇപ്പോൾ മിന്ത്രയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോഴും എക്സൽ വളരെ എക്സ്റ്റെൻസീവ്ലി യൂസ് ചെയ്യുന്ന ഒരു ടൂൾസുകളിലൊന്നാണ്. ഓക്കെ, സോ നിങ്ങൾ ഹയർ മാനേജ്മെൻറ്റിന് അല്ലെങ്കിൽ നിങ്ങളുടെ സീനിയർ മാനേജറിന്, നിങ്ങളുടെ മാനേജറിന് ഒക്കെ ഡാറ്റ ഷെയർ ചെയ്യുന്ന സമയത്ത് എക്സൽ പോലെ അല്ലെങ്കിൽ ഗൂഗിൾ ഷീറ്റ്സ് പോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വേറൊരു ടൂൾ വേറെ ഇല്ല. കാരണം എന്താ വെച്ചാൽ, നിങ്ങൾ SQL പവർ BI ഒക്കെ ഉപയോഗിക്കുന്നവരായിരിക്കും. SQL നിങ്ങളൊരു 20 crores ഡാറ്റ ഓർ മോർ ദാൻ ദാറ്റ് റോസുള്ള ഒരു ഡാറ്റ നിങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പക്ഷെ അത് നിങ്ങളുടെ മാനേജറിന് എങ്ങനെ ഷെയർ ചെയ്യും? 20 crores റോസ് ഉള്ള ഡാറ്റ കൊണ്ട് നിങ്ങളുടെ മാനേജറിന് യൂസ് ഒന്നുമില്ല. സോ നിങ്ങളത് ലെറ്റ്സ് അതൊരു സെയിൽസ് ഡാറ്റയാണ്, അത് നിങ്ങൾ മന്ത്ലി കൺവേർട്ട് ചെയ്ത് ഓർഡർ ID ലെവലിലുള്ള ഡാറ്റ ആയിരിക്കും. അതായത് ഓരോ ആളും ഓരോ ഓർഡർ വാങ്ങി അതിൻ്റെ റവന്യൂ എത്ര, ടാക്സ് എത്ര, അങ്ങനെയുള്ളൊരു ഡാറ്റ മന്ത്ലി എത്ര റവന്യൂ ചെയ്തു, അവർലി എത്ര റവന്യൂ ഉണ്ടാക്കി എന്നുള്ള റിപ്പോർട്ട് നിങ്ങൾ മാനേജറിന് കൊടുക്കുന്ന സമയത്ത് യു ഹാവ് ടു ഷെയർ ഇറ്റ് ത്രൂ എക്സൽ ഓർ ഗൂഗിൾ ഷീറ്റ്സ്. കാരണം പവർ BI പോലും അവിടെ യൂസ്ഫുൾ ആകില്ല. ബിക്കോസ് നിങ്ങൾ ഒരു മന്ത്ലി ഉള്ള ഡാറ്റ നിങ്ങൾ മാനേജറിന് ഷെയർ ചെയ്യുന്നതായിരിക്കാം. അതായത് ജാനുവരിയിൽ 1 crore ഉണ്ടാക്കി, ഫെബ്രുവരിയിൽ അത് 2 crore ഉണ്ടാക്കി. സോ നിങ്ങൾ ഡാറ്റ പവർ BI നിങ്ങളത് 1 CR 2 CR സൈഡിൽ ഗ്രോത്തും കാണുന്നുണ്ടെന്ന് വിചാരിച്ചോ. 2 CR to 1 CR ഇറ്റ് മെയ്ഡ് ദിസ് മച്ച് ഓഫ് ഗ്രോത്ത്, അങ്ങനെ നിങ്ങൾ കാണുന്നുണ്ട് വെച്ചോ. പക്ഷേ നിങ്ങൾ മാനേജറിന് കാണണം ജാൻ ടു ജൂലൈ ഈ 2 മന്ത് തമ്മിൽ, അതായത് ജാൻ എന്ന് പറയുന്നത് ഹാഫ് ഇയർലിയിലെ ഫസ്റ്റ് മന്തും സെക്കൻഡ് ഹാഫിലെ ഫസ്റ്റ് മന്തായ ജൂലൈയും, ഇത് രണ്ടും തമ്മിൽ എന്ത് ഗ്രോത്താണ് ഉണ്ടായത്. ഞാൻ റാൻഡമായി പറയണമെന്നുള്ളൂ. അങ്ങനൊന്ന് ഡാറ്റ കാണണമെന്നുണ്ടെങ്കിൽ, അവർക്ക് സ്വന്തമായി ഫോർമുലിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ എക്സൽ അല്ലെങ്കിൽ ഗൂഗിൾ ഷീറ്റ്സ് പോലുള്ളൊരു ടൂൾസിൻ്റെ അത്യാവശ്യം വളരെ കൂടുതലാണ്. ഞാനത് ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് എനിക്കത് വളരെ കൃത്യമായി പറഞ്ഞുതരാൻ പറ്റും. സോ ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ടൂൾ. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു ഫീൽഡിലേക്ക് വരികയാണെങ്കിൽ, ഡാറ്റ ഫീൽഡിലേക്ക് വരികയാണെങ്കിൽ ഈ ഒരു ടൂൾ നിങ്ങൾ മിനിമം അറിഞ്ഞിരിക്കേണ്ടതാണ്. ഒരു എക്സൽ ഓപ്പൺ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ആദ്യം ഒരു എക്സൽ ആപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും കിട്ടുക. ബ്ലാങ്ക് വർക്ക് ബുക്ക് എന്ന് ക്ലിക്ക് ചെയ്തതിനു ശേഷം ഈ ഒരു ഇൻ്റർഫേസിലേക്ക് വരാൻ പറ്റുന്നതാണ്. ഓക്കെ, സോ ദിസ് ഇസ് ദ എക്സൽ. ഇവിടെ കുറേ റെക്റ്റാങ്കിൾ ബോക്സസ് നിങ്ങൾ കാണാൻ പറ്റും. വളരെ ബേസിക്കായി പറയുകയാണ് ഞാൻ. സോ ഇത്രയും ഒരു റെക്റ്റാങ്കിൾസ് ചേരുന്ന ഇതിനെയാണ് സെൽസ് എന്ന് പറയും. ഈച്ച് റെക്റ്റാങ്കിൾ ഒരു സെല്ലാണ്. ഈ മുകളിൽ കാണുന്ന ABCD ഇതൊക്കെയാണ് ഇതിൻ്റെ കോളംസ്. ഇതിനെയാണ് നമ്മളിവിടെ കോളംസ് എന്ന് പറയുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് 2 കോളം സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, B കോളം ആൻഡ് G കോളം സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കോളം ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഷിഫ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ചതിന് ശേഷം അടുത്ത കോളം ക്ലിക്ക് ചെയ്യുക. പ്രസ് ചെയ്തതിന് ശേഷം ക്ലിക്ക് ചെയ്തതിന് ശേഷം ഷിഫ്റ്റ് ഞെക്കി പിടിച്ചതിന് ശേഷം L പ്രസ് ചെയ്യുമ്പോൾ ആ 2 കോളം സെലക്ട് ആവുന്നതാണ്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന 1 2 3 4 ഇതാണ് നിങ്ങളുടെ റോസ്. ഓക്കെ, സോ ഇവിടെയും സെയിം 2 റോസൊക്കെ സെപ്പറേറ്റായി സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷിഫ്റ്റ് യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് 2 റോസ് സെലക്ട് ചെയ്തതിനു ശേഷം ഇത് ഹൈലൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരേ സമയം ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ ഫോർമാറ്റ് മാറ്റാൻ പറ്റുന്നതാണ്. അതാണ് 2 കോളംസ് ഒരുമിച്ച് സെലക്ട് ചെയ്തതിനുള്ള ഉപയോഗം. ഇവിടെ കാണുന്ന ഓരോ സെല്ലിനും, അതായത് ഓരോ റെക്റ്റാങ്കിൾ ബോക്സിനും ഓരോ നെയിമുണ്ട്. ഇതെപ്പോഴാണ് യൂസ്ഫുൾ ആവുകയെന്ന് വെച്ചാൽ, നിങ്ങളൊരു ഫോർമുല അല്ലെങ്കിൽ നിങ്ങളുടെ സ്ക്രീൻ പ്രസ്, ഞാനൊരു റിയൽ ടൈം എക്സ്പീരിയൻസ് പറയാം. സോ നിങ്ങളുടെ സ്ക്രീൻ ഷെയർ ചെയ്യുകയാണ്. സോ നിങ്ങളുടെ ഫ്രണ്ട് പറയുകയാണ്, നിങ്ങളുടെ മാനേജർ പറയുകയാണ്, സ്ക്രീൻ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് ആ ജിയിലുള്ള ഫസ്റ്റ് സെല്ല് ഒന്ന് ക്ലിക്ക് ചെയ്യൂ, അവിടുത്തെ ഫോർമുല ഒന്ന് മാറ്റും, അവിടുത്തെ ഫോർമുല ഒന്ന് എഡിറ്റ് ചെയ്യൂ. അങ്ങനെ ജിയിലുള്ള ഫസ്റ്റ് സെല്ല് അല്ലെങ്കിൽ സെക്കൻഡ് റോയിലുള്ള Hലുള്ള സെല്ല് അങ്ങനെ പറയുന്നതിന് പകരം ഓരോ സെല്ലിനും ഇവിടെ ഓരോ നെയിമിങ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്കിവിടെ ലെഫ്റ്റ് ടോപ്പ് കോർണറിൽ കാണാൻ പറ്റുന്നതാണ്. സോ നിങ്ങളിപ്പോൾ ഒരു I7 ക്ലിക്ക് ചെയ്യണം. ആദ്യം കോളം പറയും, പിന്നെ റോ നമ്പർ പറയും. അങ്ങനെ I7, ഞാനിവിടെ 6 എന്ന ഡിജിറ്റ് പ്രസ് ചെയ്തിട്ടുണ്ട്. സോ I7 നിങ്ങൾക്ക് അവിടെ ലെഫ്റ്റ് കോർണറിൽ I7 എന്ന് കാണാനും സാധിക്കുന്നതാണ്. സോ ഇതാണ് ഓരോ സെല്ലിനുള്ള ഒരു നെയിം. താഴെ അവിടെ നിങ്ങൾക്ക് സൂം ചെയ്യാനും സൂം ഔട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ 100% എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. ഒരു ബെറ്റർ വിസിബിലിറ്റിക്ക് വേണ്ടി ഞാനിവിടെ 100% ഒന്ന് മാറ്റി 120 മാറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യത്തിൽ മാറ്റാവുന്നതാണ്. ജസ്റ്റ് സൂം ഇൻ സൂം ഔട്ട്.
സോ ഇവിടെ ഞാൻ ഒരു ഡാറ്റ റെപ്രസെൻറ്റ് ചെയ്യാം. ഞാനൊരു ഡാറ്റ ഇവിടെ ഫില്ല് ചെയ്യാൻ പോവുകയാണ്. ഫസ്റ്റ് നമുക്ക് ഇതൊന്ന് ഡിലീറ്റ് ചെയ്ത് കളയാം. ഓക്കെ, സെലക്ട് ചെയ്തതിനു ശേഷം ഡിലീറ്റ് ക്ലിക്ക് ചെയ്യാവുന്നതാണ് കീബോർഡിൽ. ഓക്കെ, സോ ലെറ്റ്സ് ടൈപ്പ് സം ഡാറ്റ ഹിയർ. First year, month, article, revenue. Okay, so year എല്ലാം 2024 ഉള്ള ഡാറ്റ ആണെന്ന് വിചാരിക്കാം. നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ ചെയ്യാം. ഇത് ഞാൻ 2024 ഫസ്റ്റ് ഒരു സെല്ലിൽ മാത്രം ഇവിടെ എഴുതിയിട്ടുണ്ട്. അതായത് A2 എന്ന സെല്ലിൽ ഞാനിവിടെ 2024 എന്ന് എഴുതിയിട്ടുണ്ട്. ശേഷം ഞാൻ ഈ ഓരോ സെല്ലെ സെലക്ട് ചെയ്യുകയാണ്. എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത് വെച്ചാൽ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ചതിന് ശേഷം ഡൗൺ എറോ കീ ഇങ്ങനെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ കോമൺ ആയിട്ട് ഇങ്ങനെയും സെലക്ട് ചെയ്യാം, മൗസ് ഉപയോഗിച്ച് സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ കൺട്രോൾ ഡി എന്നൊരു ബട്ടണാണ് യൂസ് ചെയ്യുന്നത്, കൺട്രോൾ ഡി. സോ കൺട്രോൾ ഡി എന്ന് വെച്ചാൽ കൺട്രോൾ ഡൗൺ എന്നുള്ളതിന് ഷോർട്ട് ഫോമാണ് ഡി എന്നായി ഉപയോഗിക്കുന്നത്. സോ നമ്മൾ താഴോട്ട് അത് നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്യുകയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറൊരു വഴി ചെയ്യാം. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് കൺട്രോൾ സി, ഇത് കോപ്പി ചെയ്തു, അതിനുശേഷം നിങ്ങൾ എല്ലാ സെല്ലും സെലക്ട് ചെയ്തു, ദെൻ കൺട്രോൾ വി, അതായത് നിങ്ങൾ ഇവിടുന്ന് കോപ്പി ചെയ്ത് എല്ലാ സെല്ലിലേക്കും പേസ്റ്റ് ചെയ്യുകയാണ്. ഓക്കെ, സോ അങ്ങനെ ഏതൊരു വഴി നമുക്ക് യൂസ് ചെയ്യാം. ഇത്രയും ഞാൻ സെലക്ട് ചെയ്യുന്ന സമയത്ത്, അതായത് ഈ 2024 എന്നുള്ള എല്ലാ വാല്യൂസും സെലക്ട് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും കൗണ്ട് 13 അതുപോലെ സമ്മ് 26,000. ഓക്കെ, ഇവിടെ കൗണ്ട് 13 ആണ്. സോ ഞാനിവിടെ 12 മാസത്തെ റവന്യൂ ആണ് എടുത്തത്. സോ ഐ എം ഡിലീറ്റിംഗ് ദിസ് വൺ. ഓക്കെ, 14th റോ എന്നുള്ളത് ഞാൻ ഡിലീറ്റ് ചെയ്യുകയാണ്. കീബോർഡിൽ ഡിലീറ്റ് കീ ക്ലിക്ക് ചെയ്താണ് ഡിലീറ്റ് ചെയ്യുന്നത്. ഇവിടെ ഞാനൊരു മന്ത് ടൈപ്പ് ചെയ്യാൻ പോവുകയാണ്. ഏതിൽ എനിക്ക് 01 എന്ന് ടൈപ്പ് ചെയ്യാം, ഓർ ഞാൻ ജാനുവരി തന്നെ ടൈപ്പ് ചെയ്യുകയാണ്, ജാനുവരി. ഓക്കെ, ഈ ഒരു ജാനുവരി എന്നുള്ള ഡാറ്റ എക്സൽ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, അതായത് ഒരു മന്ത് ആണെന്ന് എക്സൽ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്കൊരു ബട്ടൺ കാണാൻ പറ്റും, ഒരു സ്ക്വയർ ബട്ടൺ കാണാൻ പറ്റും അറ്റ് ദ എൻഡ് ബോട്ടം റൈറ്റ് ബോട്ടത്തിൽ നിങ്ങൾക്കൊരു കാണാൻ പറ്റും. അവിടേക്ക് മൗസ് കൊണ്ടുപോകുമ്പോൾ ഈ കേഴ്സറിൻ്റെ സിമ്പിൾ മാറുന്നതായി കാണാൻ സാധിക്കും. ഓക്കെ, സോ ഇറ്റ് ബിക്കം എ സ്മോൾ പ്ലസ് വിത്ത് ഡാർക്കർ വ്യൂ. ഓക്കെ, ഇവിടെ പിടിച്ച് നിങ്ങൾ ക്ലിക്ക് ഡ്രാഗ് ചെയ്യുമ്പോൾ ഓഗസ്റ്റ്, സെപ്റ്റംബർ ഇങ്ങനെ ഓരോ മാസം മാറി മാറി വരുന്നതായി കാണാൻ സാധിക്കും. സോ എക്സൽ ഐഡൻറ്റിഫൈ ചെയ്ത് ഈ ജാനുവരി ഒരു മന്താണ്, ഞാൻ വേറെ ഒന്നുമല്ല ടൈപ്പ് ചെയ്തത്, ജനുവരി മന്താണ്. സോ ഡ്രാഗ് ചെയ്യുമ്പോൾ അത് ഓരോ മാസമായി കാണിക്കാൻ പോവുകയാണ്. ഓക്കെ, ഇപ്പോൾ അതിന് പകരം ഞാനിപ്പോൾ ഇവിടെ വല്ല ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചു. ഓക്കെ, ഇവിടുത്തെ ഞാൻ ഇത് റാൻഡമായൊരു വീഡിയോ ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്തതാണ്. ഇതിങ്ങനെ ഡ്രാഗ് ചെയ്യുന്ന സമയത്ത് ഇത് സെയിം തന്നെ ഇവിടെ നമ്മൾ കൺട്രോൾ ഡി ചെയ്ത് ക്ലിക്ക് ചെയ്ത് അതേ ഫംഗ്ഷൻ ഇവിടെ ഉപയോഗിക്കും. ബിക്കോസ് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇത് എന്താണെന്ന് എക്സലിന് മനസ്സിലായില്ല. സോ ഡ്രാഗ് ചെയ്യുമ്പോൾ സെയിം തന്നെ കോപ്പി ചെയ്യാൻ ശ്രമിക്കുകയാണ്. എന്നുവെച്ചാൽ ഞാനിവിടെ ഒരു 1 ക്ലിക്ക് ചെയ്തെന്ന് വിചാരിച്ചോ, ഇതൊരു നമ്പറാണെന്ന് എക്സലിന് മനസ്സിലായി. ബട്ട് സ്റ്റിൽ യു ക്യാൻ സി ഇറ്റ് ഈസ് ഡ്രാഗിങ് ഓൺലി 1 ഓൺലി. ബിക്കോസ് നമ്മൾ ഇവിടെ 1 ക്ലിക്ക് ചെയ്തുകൊണ്ട് മാത്രം നെക്സ്റ്റ് നമ്പർ 2 ആവണമെന്നില്ല. നെക്സ്റ്റ് നമ്പർ ഞാൻ ചിലപ്പോൾ ഇവിടെ 3 പ്രസ് ചെയ്യാം, ചിലപ്പോൾ ഇവിടെ 5 പ്രസ് ചെയ്യാം. ഞാൻ ഓഡ് നമ്പേഴ്സ് ആയിരിക്കും ഇവിടെ സെലക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പക്ഷേ ഇത് ഒരു പാറ്റേൺ ഞാനിവിടെ ഉണ്ടാക്കിയതിന് ശേഷം ഞാനിത് ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ എക്സൽ മനസ്സിലാക്കി ഞാനിവിടെ ഓഡ് നമ്പേഴ്സാണ് ഡ്രാഗ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ എക്സൽ അത് മനസ്സിലാക്കിയതിന് ശേഷം ഇങ്ങനെ നമ്പേഴ്സ്, ബാക്കി നമ്പേഴ്സ് എക്സൽ തന്നെ പ്രെഡിക്റ്റ് ചെയ്യുകയാണ്. സി ലെറ്റ്സ് സേ ഐ എം ക്ലിക്കിംഗ് 1 and 2 ഹിയർ. ഞാൻ 1 ഉം 2 ഉം ക്ലിക്ക് ചെയ്തു, അപ്പോൾ മോസ്റ്റ്ലി നെക്സ്റ്റ് നമ്പർ 3 ആയിരിക്കുമല്ലോ. സോ അങ്ങനെ നമ്മൾ ഡ്രാഗ് ചെയ്യുമ്പോൾ ഇവിടെ 12 വരെ വരും. ഞാൻ ഇവിടെ ജാനുവരിയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ജാൻ എന്ന് മാത്രം ക്ലിക്ക് ചെയ്തു. നമുക്കിതൊരു മന്തായി എക്സൽ കണക്കാക്കിയിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലാകും. ഈ ലെഫ്റ്റ് സൈഡിലേക്ക് ഇത് പോയിട്ടുണ്ട്, ഫെബ്, മാർച്ച്. ഓക്കെ, എക്സലിൽ നിന്ന് മനസ്സിലായത് ഒരു മന്താണ് ഞാൻ ഇവിടെ ട്രൈ ചെയ്യുന്നത്. സോ ലെറ്റ്സ് എക്സൽ ഈസ് ഹെൽപ്പിംഗ് അസ്. ഓക്കെ, ഇവിടെ ആർട്ടിക്കിൾ, ഞങ്ങളുടെ ഡ്രസ്സിൻ്റെ ഡാറ്റയാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഏത് ആർട്ടിക്കിൾ എടുത്തതാണോ, മേ ബി ഷോർട്സ്. ഓക്കെ, ഷോർട്സ്. ഈ ഷോർട്സ് എന്നുള്ളത് ഒരു റാൻഡം വേർഡാണ്. സോ ഇപ്പോൾ ഞാനിവിടെ ഷോർട്സ് ടൈപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അടുത്ത വേർഡ് എന്താണെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഫോർ ഷുവർ. സോ എക്സൽ ഞാനിത് ഡ്രാഗ് ചെയ്യുന്ന സമയത്ത് ഷോർട്സ് മാത്രമേ വരുള്ളൂ. ഓക്കെ, ഞാൻ ഓരോ മന്തും എത്രയാണ് റവന്യൂ ജനറേറ്റ് ചെയ്തതെന്ന് ഇവിടെ ടൈപ്പ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, സോ ലെറ്റ്സ് സേ വി മെയ്ഡ് 1 crore. ഓക്കെ, 1 crore റവന്യൂ നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് വിചാരിക്കാം. ഇവിടെ 1 crore ആണെന്ന് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, ബിക്കോസ് ഇവിടെ കോമസ് ഒന്നുമില്ല. സോ ഇത് 1 crore എന്ന എണ്ണ. അപ്പോൾ നമുക്ക് ഇവിടെ ഡയറക്റ്റ് ആയിട്ട് ഇവിടെ ഒരു സിമ്പിളാണ് കോമ സ്റ്റൈൽ. ഓക്കെ, ഞാൻ ആ സെല്ലിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഇവിടെ കോമ സ്റ്റൈൽ ക്ലിക്ക് ചെയ്യുകയാണ്. നൗ ഇത് നമ്മൾ
കോമ സെപ്പറേറ്റായി മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ സീറോസൊക്കെ 3ൻ്റെ ഒരു പാറ്റേണിൽ കോമ സെപ്പറേറ്റ് ആയി. ഇപ്പോൾ നമുക്ക് എത്ര മില്യൺ എത്ര ക്രോർ ആണെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, സോ റവന്യൂ ഇത് ഞാനിപ്പോൾ ഡ്രാഗ് ചെയ്താൽ ഒബ്വിയസ്ലി ഇറ്റ് വിൽ ബി 1 crore ഓൺലി, ബിക്കോസ് നെക്സ്റ്റ് നമ്പർ എന്താണെന്ന് നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഓരോ മാസം കഴിയുന്നതോറും 10% റവന്യൂ കൂടി വന്നിട്ടുണ്ടെന്ന രീതിയിൽ ഫോർമുല ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, സോ ഞാൻ ഈ ഒരു ഇവിടെ 3ൽ ഫോർമുല ടൈപ്പ് ചെയ്യുകയാണ്. ഫസ്റ്റ് ഡിലീറ്റ് ചെയ്യാം, അതൊക്കെ ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് മന്ത് ജാനുവരി 2024 നമ്മൾ 1 crore റവന്യൂ ഉണ്ടാക്കി. നെക്സ്റ്റ് മന്ത് ഞാൻ പറയുകയാണ് 10% കൂടുതൽ റവന്യൂ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓർ നമുക്കിതൊരു പ്ലാനായിട്ട് പറയാം, ഓരോ മാസം കഴിഞ്ഞാൽ ഞാൻ അടുത്ത 10% കൂടി വരുമെന്നുള്ള ഒരു പ്ലാൻ ആണെന്നെങ്കിലും പറയാം. ഓക്കെ, സോ ദിസ് ഈക്വൽ ടു സിമ്പിൾ അടിച്ചു. അതിനുശേഷം ഇതിൻ്റെ 10%, അതായത് D2 എന്നുള്ള വാല്യൂവിൻ്റെ 10%. ഫസ്റ്റ് 1 crore ക്ലിക്ക് ചെയ്തു, ഇതിൻ്റെ 10% എന്നുള്ള ഡയറക്റ്റ് നമുക്കിവിടെ ഇങ്ങനെ ടൈപ്പ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ നമുക്കിവിടെ ഇത് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുന്ന സമയത്ത് ഞാനിവിടെ എന്തായാലും ഇൻറ്റു 10% ഓഫ് വാട്ട് D2 നമ്പർ. അപ്പോൾ ഇതിൻ്റെ 1 crore 10% എന്ന് വെച്ചാൽ 10 lakh. ഓക്കെ, നമുക്കിവിടെ 10 lakh എന്ന് കിട്ടും. പക്ഷെ എനിക്ക് എന്താണ് വേണ്ടത്? 10 lakh കൂടുതൽ കിട്ടിയെന്നാണ് വേണ്ടത്. മീൻസ് ഇവിടെ 1 crore ആണെങ്കിൽ നെക്സ്റ്റ് മന്ത് 1 crore പ്ലസ് 10% ഓഫ് 1 crore. സോ ഞാൻ ഈ ഫോർമുല എങ്ങനെ മാറ്റണം? either we can do both ways. ആൾക്കാർക്ക് മനസ്സിലാൻ വേണ്ടി 10% പ്ലസ് 100%. ഓക്കെ, 100%. ഓക്കെ, ഇതെന്താണ് വരിക? 1 crore പ്ലസ് 10 lakh. ഓക്കെ, 1,10,00,000. ഇത് നമ്മൾക്ക് ഇങ്ങനെ ടൈപ്പ് ചെയ്യുന്നവർ ഈ 10ഉം 100ഉം സം ഉള്ളിൽ തന്നെ ചെയ്യാം. ആൻഡ് 110 എന്ന് പറഞ്ഞാൽ തെറ്റില്ലല്ലോ. സോ ഞാൻ പറയുകയാണ് 110%. ദിസ് ഓൾസോ സെയിം. സോ ഞാൻ ഇനി ഈ ഫോർമുല ഡ്രാഗ് ചെയ്യുകയാണ്. ഓക്കെ, ഇനി ഞാൻ ഈ ഫോർമുല ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ തൊട്ട് മുകളിലെ 10% എത്രയാണോ അത് കൂട്ടിയിട്ടാണ് ഇവിടെ വാല്യൂ വരിക. ഓക്കെ, മനസ്സിലായോ? സോ ഇതിൻ്റെ 10% ഇവിടെ കൂട്ടി ചെയ്തിട്ടുണ്ട്. ഈ D2ൻ്റെ 10% കൂടിയതാണ് D3യിൽ, D3ൻ്റെ 10% കൂടിയാണ് D4ൽ, D4ൻ്റെ 10% കൂടിയാണ് D5ൽ. ഇത് 10%ആണോ കൂടിയത്, ഇതിൻ്റെ ഗ്രോത്ത് എത്രയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ വേറൊരു ഫോർമുല ഇടാം. ഇതൊക്കെ ഫോർമുലാസൊക്കെ നിങ്ങൾ യൂസ് ചെയ്ത് പഠിക്കുന്നതാണ്. ഓക്കെ, സോ ഇതൊക്കെ ബിസിനസ്സിൽ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന കുറേ ഫോർമുലാസാണ്. സോ അതുകൊണ്ടാണ് ഞാൻ എവിടെയും അത് ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത്. ഇത് എത്രയാണ് ഗ്രോത്ത് നോക്കാൻ വേണ്ടിയിട്ട് ഈ D3 ഡിവൈഡഡ് ബൈ ദിസ് D2. ഓക്കെ, 1.1. ദെൻ വിൽ ഡു -1. സോ എത്രയാണ് ഇതിൻ്റെ ഗ്രോത്ത് എന്നാണ് മനസ്സിലാക്കുന്നത്. 0.1 ആണ് ഇതിൻ്റെ ഗ്രോത്ത്. ഇത് പെർസെൻറ്റേജിൽ നോക്കിയാൽ 10% ആയിരിക്കും, ബിക്കോസ് നമ്മളിത് 10% ഗ്രോത്ത് ആണ് എടുത്തിട്ടുള്ളത് ഓരോ മന്തിലും. ഓക്കെ, 10% ഗ്രോത്ത് ഓരോ മാസവും 10% ആണ്. തൊട്ട് മുൻപത്തെ മാസത്തിന് 10% ഗ്രോത്ത് ആണ് നമ്മളിവിടെ പ്രെഡിക്റ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ഞാനിവിടെ ഗ്രോത്ത് എന്ന് ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഇവിടെ എന്തുകൊണ്ട് വന്നില്ല എന്ന് വെച്ചാൽ ഇതിന് മുൻപത്തെ മാസത്തിൻ്റെ ഡാറ്റ നമ്മളിൽ ഇല്ല. എപ്പോഴും നമ്മൾ ഈ മാസം എത്ര മുൻപത്തെ മാസത്തിനെ വെച്ച് ഗ്രോ ചെയ്തതാണ്. ഇവിടെ നമുക്കത് വാല്യൂ ഇല്ല. ഞാൻ ജസ്റ്റ് എന്നെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഒഴിവാക്കുകയാണ്. ഓക്കെ, സോ ഇതെല്ലാം ഫസ്റ്റ് ഈ നമ്പർ റൈറ്റ് സൈഡിലാണ് അലൈൻ ചെയ്തിട്ട് ഇത് ലെഫ്റ്റിലാണ്. സോ ടെക്സ്റ്റ് എപ്പോഴും ലെഫ്റ്റ് സൈഡിലും, ഓക്കെ, ഈ നമ്പേഴ്സ് എപ്പോഴും റൈറ്റ് സൈഡിലും വരാനുള്ളൊരു അങ്ങനെയാണ് എക്സൽ വരിക. സോ ഞാൻ എന്താക്കി എല്ലാം സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ സെൻറ്ററിൽ അലൈൻ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കൊടുക്കുകയാണ്. സോ എവറിത്തിങ് അലൈൻഡ് ഇൻ സെൻറ്റർ. ഓക്കെ, ഇവിടെ വേറൊരു ഓപ്ഷനും കൂടി ഉണ്ട്, ബോട്ടം എന്നൊക്കെ പറഞ്ഞു, മിഡിൽ അലൈൻ എന്നൊക്കെ പറഞ്ഞു. അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ ഈ ഒരു സെല്ല് വലുതാക്കിയെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് സെല്ലിൻ്റെ ഹൈറ്റ് കൂട്ടാനും കുറക്കാനൊക്കെ പറ്റും. ഈ ഒരു സെല്ല് ഞാൻ വലുതാക്കി. ഇപ്പോൾ നോക്കിയാൽ ഈ ഇയർ മന്ത് ഇതൊക്കെ ബോട്ടം താഴെയാണ് വന്നിരിക്കുന്നത്. അത് ഞാനിവിടെ സെൻറ്ററിലാക്കാൻ വേണ്ടി മിഡിൽ അലൈൻ കൊടുത്തു. ഓക്കെ, പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെയിനായിട്ടുള്ളൊരു സംഭവമാണ് ഇത് റവന്യൂ. ഈ റവന്യൂ നമുക്ക് പെട്ടെന്ന് വായിക്കാൻ പറ്റണമെന്നില്ല. ഈവൺ ഇഫ് ഇത് കോമ സെപ്പറേറ്റ് ആണെങ്കിൽ പോലും ഇത് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. സോ നമ്മളെപ്പോഴും ഇത് റവന്യൂ ഇൻ CR ക്രോറിലാണ് പറയുക. ഞാനൊരു ബിസിനസ് പോയിന്റ് ഓഫ് വ്യൂവിലാണ് പറയുന്നത്. സോ ഇത് ഡിവൈഡ് ബൈ 10⁻⁷. ഇതാണ് ക്രോറിൻ്റെ ഒരു ഫോർമുല. 10⁻⁷ എന്ന് വെച്ചാൽ ക്രോറിന് എത്ര സീറോസ് ആണോ ഉള്ളത് അത് വെച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് ഡിവൈഡ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ നോക്കിയാൽ ഇത് 1 crore ആണ് നമുക്കറിയാമല്ലോ. സോ 1 2 3 4 5 6 7 സീറോസ് ഉണ്ട്. ആ 7 സീറോസ് വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, 10⁻⁷, ഐ തിങ്ക് എവരി വൺ നോ ദിസ് ഫോർമുല. 10⁻⁷. 10⁻⁷ എന്ന് വെച്ചാൽ
basically 1 lakh or 10 lakh, that's it. ഓക്കെ, റേഷ്യോ എന്ന് വെച്ചാൽ 10 × 10 × 10, അങ്ങനെ 10 പ്രാവശ്യം 10 കൊണ്ട് തന്നെ ഗുണിക്കുവാണ്. അതാണ് 10⁻⁷ എന്ന് വെച്ചാൽ. ഓക്കെ, സോ ഇത് 1 CR ആണ്. നമുക്കിത് ഡ്രാഗ് ചെയ്യാം. കൺട്രോൾ D ഫോർമുലയാണ് യൂസ് ചെയ്തിട്ട് കൺട്രോൾ D. സോ ലാസ്റ്റ് 2.85 crore ആണ്, അതായത് 2,85,00,000. ഈ ഒരു ഡാറ്റ നമുക്ക് പെട്ടെന്ന് റീഡ് ചെയ്യാൻ പറ്റും കമ്പയർഡ് ടു ദിസ് ഡാറ്റ. സോ ഇവിടെ നമുക്ക് ഡെസിമൽസ് ഉണ്ട്. ഇവിടെ ഡെസിമൽസിന് ആവശ്യം വരുന്നില്ല, കാരണം ഇവിടെ എല്ലാം 0091 ഇത്രയും വലിയ വാല്യൂസ് പറയുമ്പോൾ, അതായത് 10 കോടി എന്നുള്ള കണക്കൊക്കെ പറയുമ്പോൾ നമ്മൾ 97 പൈസ അത് പറയേണ്ട ആവശ്യമില്ല ഇവിടെ ഒന്നാമത്. സോ നമുക്ക് ഈ ഡെസിമൽസ് ഇവിടെ കളയാൻ വേണ്ടിയിട്ട്, ഡെസിമൽസിൻ്റെ എണ്ണം കുറക്കാൻ വേണ്ടി ഇവിടെ 2 ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ നിങ്ങൾ പോയാൽ കാണാം ഇൻക്രീസ് ഡെസിമൽ. സോ ഡെസിമൽ ഇവിടെ ഇൻക്രീസ് ആവും, ഇത് ക്ലിക്ക് ചെയ്യും. ഇവിടെ ഡിക്രീസ് ഡെസിമൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഡെസിമൽസ് ഡിക്രീസ് ആവും. ഇവിടെ ഞാൻ റവന്യൂ എന്നുള്ള കോളം കൂടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് തന്നെ അതൊരു ഇറർ വരും. നമ്മൾ ഈ നമ്പേഴ്സ് മാത്രം സെലക്ട് ചെയ്തു. ഇവിടെ ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഡെസിമൽസ് കൂടി വരുന്നുണ്ട്, ഡെസിമൽസ് കുറഞ്ഞു വന്നു. ഓക്കെ, അത് ഇവിടെയും എനിക്ക് 2 പോയിന്റ് ഓഫ് ഡെസിമൽസ് വേണ്ട, ഞാനിവിടെ ഒരു ഡെസിമൽ കുറക്കുവാണ്, അതായത് 2.9 CR. ഇത് 2,85,00,000 എന്നുള്ളത് 2.9 CR ആയി റൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. ഓക്കെ, സോ അത്രയുമാണ് ഈ ഒരു കാര്യത്തിലൂടെ പറയാനുള്ളത്. സോ ഇവിടെ ഞങ്ങൾ നോക്കില്ല, ഓരോ കോളംസും ഓരോ ഡിഫറെൻറ്റ് വിഡ്ത്തിലാണുള്ളത്. ഞാനായിട്ട് മാനുവലി മാറ്റിയതാണ് ഇങ്ങനെ ഒരു വിഡ്ത്തൊക്കെ. സോ നമുക്ക് ഈ ടേബിളിൻ്റെ വിഡ്ത്ത്, കോളംസിൻ്റെ വിഡ്ത്ത് ഇങ്ങനെ മാറ്റാൻ പറ്റുന്നതാണ്. ഇവിടെ ആർട്ടിക്കിൾ എന്നുള്ളത് ചെറുതായി വെച്ചാൽ ഇങ്ങനെ ഒരു വിഡ്ത്ത് നമുക്ക് മാറ്റാൻ പറ്റും. ഇത് ഓട്ടോമാറ്റിക്കായി ഓരോ ഡാറ്റയ്ക്ക് അനുസരിച്ചും ഇതിൻ്റെ വിഡ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ഓരോ കോളംസ് ഇങ്ങനെ സെലക്ട് ചെയ്യാം. ഓക്കെ, അതിനുശേഷം ഇവിടെ കേഴ്സർ ഇവിടെ കൊണ്ടുപോകുന്ന സമയത്ത് ഇവിടെ ഒരു ഇങ്ങനത്തെ ഒരു സിമ്പിൾ കാണാൻ സാധിക്കും. ഇവിടെ ഡബിൾ ടാപ്പ് ചെയ്താൽ മാത്രം മതി. സോ ഓരോ ഡാറ്റയ്ക്ക് അനുസരിച്ച വിഡ്ത്ത് നമ്മൾ ഈ ഒരു എക്സൽ തന്നെ ഇതിന് കൊടുക്കുന്നതാണ്. നമുക്കിത് പോരാ, നമ്മുടെ ഇഷ്ടത്തിനുള്ളൊരു വിഡ്ത്താണ് വേണ്ടത്. ഈ റവന്യൂ എന്നുള്ള കോളത്തിൻ്റെ വിഡ്ത്ത് എല്ലാത്തിനും വേണമെന്നുണ്ടെങ്കിൽ എല്ലാം സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇങ്ങനെ ഒരു കേഴ്സർ വരുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്ത് കൊടുക്കുക. സോ എല്ലാ കോളംസിനും ഒരേ വിഡ്ത്ത് ആ ഒരു അതിലേക്ക് മാറും. ഓക്കെ, സോ ഇവിടെ നമുക്ക് കാണാം, ഇവിടെ റവന്യൂ ഞാൻ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, റവന്യൂ ക്രോറിൽ എഴുതിയിട്ടുണ്ട്. സപ്പോസ് ഇഫ് ഐ ഡോണ്ട് വാണ്ട് ദിസ് ഡാറ്റ, ഓക്കെ, എനിക്ക് ഈ ഡാറ്റ ഹൈഡ് ചെയ്യണം. ഹൈഡ് ചെയ്യണമെന്ന് വെച്ചാൽ ഭാവിയിൽ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ യൂസ് ചെയ്യും, അല്ലെങ്കിൽ ഞാനത് ഹൈഡ് ചെയ്ത് തന്നെ ആക്കും. അതിന് വേണ്ടി ഞാൻ ഈ ഒരു കോളം സെലക്ട് ചെയ്തതിനു ശേഷം, ഹൈലൈറ്റ് ചെയ്തതിനു ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഹൈഡ് എന്ന ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഇവിടെ ഡിലീറ്റ് എന്ന ഓപ്ഷൻ കൂടി നിങ്ങൾ കാണാൻ സാധിക്കും. അതായത് ഈ ഒരു കോളം മൊത്തത്തിൽ ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഡിലീറ്റ് ഓപ്ഷൻ ഉപയോഗിക്കാം, ഹൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹൈഡ് ഓപ്ഷൻ ഉപയോഗിക്കാം. ഞാനിവിടെ ഹൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഞാനിവിടെ ഹൈഡ് ചെയ്യുകയാണ്. ആ കോളം ഇവിടെ ഹൈഡായി. സോ പക്ഷേ ഡിലീറ്റ് ആയില്ല. ഇവിടെ കാണാൻ പറ്റും സിയും ഇയും ഡി എന്നുള്ള കോളം ഇവിടെ ഹൈഡ് ആയിട്ടുണ്ട്. ഞാനിപ്പോൾ എനിക്ക് റിട്ടേൺ ചെയ്യണം, അൺഹൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ 2 കോളം ഞാൻ സെലക്ട് ചെയ്യും. എങ്ങനെ സെലക്ട് ചെയ്യാന്ന് വെച്ചാൽ ഇത് ഫസ്റ്റ് സെലക്ട് ചെയ്യുക, മൗസ് കൈയെടുക്കാണ്ട് നെക്സ്റ്റ് സെല്ലിലേക്ക് അത് സ്പ്രെഡ് ചെയ്യുക. സോ നിങ്ങൾക്ക് 2 കോളം സെലക്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഷിഫ്റ്റ് ഉപയോഗിച്ച് അങ്ങനെ സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഞാൻ ഈ 2 കോളം സെലക്ട് ചെയ്തതിനു ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്ത് അൺഹൈഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് അൺഹൈഡ് ചെയ്യാനും പറ്റും. ഇനി ഞാനിതൊരു ടേബിൾ ഫോർമാറ്റിലേക്ക് മാറ്റുന്നുണ്ടെങ്കിൽ ഈ ഒരു ഡാറ്റ അവിടെ വെച്ചു. ഓക്കെ, ഇവിടെ ഇൻസേർട്ട് എന്നുള്ള ഓപ്ഷനിൽ പോയതിനു ശേഷം ടേബിൾ പ്രസ് ചെയ്യുക. സോ ഇവിടെ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്ന ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഞാൻ ഡാറ്റ ഒന്നും സെലക്ട് ചെയ്തില്ല, ജസ്റ്റ് ഓട്ടോമാറ്റിക്കലി ഐഡൻറ്റിഫൈ ചെയ്താണ് എക്സൽ. സോ മൈ ടേബിൾ ഹാസ് ഹെഡേഴ്സ്, യെസ്. ഓക്കെ, സോ ഐ ഗോട്ട് ഇറ്റ് ആസ് ടേബിൾ. നമുക്കിവിടെ ഇതിൻ്റെ വ്യൂ ഒക്കെ മാറ്റാൻ പറ്റുന്നതാണ്. കളറിനനുസരിച്ച് ഇവിടെ വലിയൊരു ഓപ്ഷൻ തന്നെയുണ്ട്, വേണ്ടതനുസരിച്ച് മാറ്റാം. ഓക്കെ, സോ ഞാൻ ഈ ഒരു ടേബിളാണ് ഇപ്പോൾ യൂസ് ചെയ്തിട്ടുള്ളത്. സോ നമുക്കിത് കുറച്ചും കൂടി അനലൈസ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു വേറൊരു കോളം കൂടി ആഡ് ചെയ്യാം, ക്വാർട്ടേഴ്സ്. സോ ഏതൊക്കെയാണ് ഓരോ ക്വാർട്ടേഴ്സ് എന്ന് നമുക്ക് നോക്കാം. സോ ഒരു ഇയറിന് 4 ഡിവൈഡ് ചെയ്യുന്നതാണല്ലോ ഓരോ ക്വാർട്ടേഴ്സും. അപ്പോൾ ഓരോ മന്തും അതായത് 3 മാസം കൂടിയാണ് 1 quarter. Q1, Q1, Q1. This will be Q2. This will be Q2. അടുത്ത 3 മാസം Q2 ആയി കൺട്രോൾ D. ഇത് എക്സൽ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാം. I don't know. I will try this. No. Okay.
Q3, 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 Q4, Q4, Q4. ഓക്കെ, സോ നമുക്കിവിടെ Q1, Q2, Q3, Q4 ഓരോ ക്വാർട്ടേഴ്സും കിട്ടി. നമുക്കിത് ഒരു ഹാഫ് മന്തായി ഡിവൈഡ് ചെയ്യാം. അതായത് ടേബിൾ എക്സ്റ്റെൻഡ് ആയി വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാൻ ടേബിൾ എക്സ്റ്റെൻഡ് ചെയ്യാണ്ട് തന്നെ ടേബിൾ എക്സ്റ്റെൻഡ് ആയി വരുന്ന അവിടെ കാണാൻ സാധിക്കും. ഓക്കെ, സോ ഹാഫ് ഇയർലി H1, ഇത് വർഷത്തിൻ്റെ ഫസ്റ്റ് ഹാഫ്, ആദ്യത്തെ 6 മാസം ഫസ്റ്റ് ഹാഫ്, then second half of the year. Okay, that's സോ നമുക്കിവിടെ ഫസ്റ്റ് ക്വാർട്ടറിൽ എത്രയാണ് റവന്യൂ ഉണ്ടാക്കിയത്? റവന്യൂ ഉണ്ടാക്കുക നമ്മൾ ഏകദേശം ഇത് പ്രഡിക്ഷൻ ആണല്ലോ, 10% ഗ്രോത്ത് എല്ലാ മാസവും പ്രഡിക്റ്റ് ചെയ്യണം നമ്മൾ. സോ ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് 3 സം 3.3 crore നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇവിടെ ക്വാർട്ടർ 4 എത്രയാണ്? 7.8. ഹാഫ് ഇയർ സെക്കൻഡ് ഹാഫിൽ എത്രയാണ് പ്രെഡിക്റ്റ് ചെയ്യുന്നത്? 13.7. ഓക്കെ, നമുക്ക് ഇങ്ങനെ ഇത് ഓരോ ഇതും വെച്ച് ഓരോ സെലക്ഷൻ വെച്ച് നമുക്കിത് എത്രയാണ് റവന്യൂ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് കാണാം. അതുപോലെ തന്നെ ദർ ഇസ് എൻ ഓപ്ഷൻ ഫോർ കോൾഡ് പിവോട്ട് ടേബിൾ, വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഈ ഡാറ്റ മുഴുവൻ നമ്മൾ സെലക്ട് ചെയ്തതിനു ശേഷം ഇവിടെ ഇൻസേർട്ടിൽ പോയാൽ പിവോട്ട് ടേബിൾ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഓക്കെ, ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, സോ പുതിയൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യണം, പിവോട്ട് ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. എവിടെയാണ്? ന്യൂ വർക്ക്ഷീറ്റിലാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഐ ഓൾവേസ് പ്രിഫർ ന്യൂ വർക്ക്ഷീറ്റ്. ഓക്കെ, അതർവൈസ് നിങ്ങൾ എക്സിസ്റ്റിംഗ് ഷീറ്റ് കൊടുത്താൽ ഇവിടെ ലൊക്കേഷൻ കൊടുക്കണം. ലൊക്കേഷൻ എന്ന് വെച്ചാൽ ഇവിടെ ഏതെങ്കിലും സെല്ല് ക്ലിക്ക് ചെയ്യണം, അപ്പോൾ അവിടെ നിങ്ങളുടെ പിവോട്ട് ടേബിൾ ക്രിയേറ്റ് ചെയ്യും. പക്ഷേ ഞാനെപ്പോഴും ന്യൂ വർക്ക്ഷീറ്റാണ് പ്രിഫർ ചെയ്യുന്നത്. ഇവിടെ ക്ലിക്ക് ഓക്കെ കൊടുക്കുന്നതിന് ശേഷം നിങ്ങൾക്ക് ഒരു പിവോട്ട് ടേബിൾ സെറ്റപ്പിലേക്ക് മാറി. സോ നമുക്കിവിടെ എന്താണ് കാണേണ്ടത്? ഓരോ ക്വാർട്ടറിലും എത്രയാണ് റവന്യൂ പ്രൊഡിക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് നമുക്കിവിടെ കാണേണ്ടത്. ഇവിടെ നമ്മുടെ ഹിഡൻ കോളവും റവന്യൂ വരുന്നുണ്ട്. റവന്യൂ ഇൻ CR, ഞാൻ റവന്യൂ ഇൻ CR ആണ് യൂസ് ചെയ്യാൻ പോകുന്നത്. സോ ക്വാർട്ടർ, ഇതാണ് നമ്മുടെ ക്വാർട്ടറിലേക്ക് കോളം. ഇത് നമ്മൾ റോസിലേക്ക് വെച്ചു. സോ 4 rows, വി ഗോട്ട് 4 rows, Q1, Q2, Q3, Q4. ഇതിലെയും ഓരോ റവന്യൂവിൻ്റെ സമ്മ് ഇവിടെ വാല്യൂസിൽ കൊണ്ടിട്ടാൽ ഓക്കെ നമുക്ക് കിട്ടി. നമ്മൾ നേരത്തെ സെലക്ട് ചെയ്ത് കഷ്ടപ്പെട്ട ഡാറ്റ നമ്മുടെ സിമ്പിളായിട്ട് 3.3, 4.4 എന്ന് പറഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി എനിക്കിത് ക്വാർട്ടർലി അല്ല, ഒരു ഹാഫ് ഇയർലി ആയിട്ടാണെന്നുണ്ടെങ്കിൽ H1, H2, 21.4. The revenue remains same because just sum. So H1, H2. ഇനി ഞാനിത് ക്വാർട്ടർലിയും ഹാഫ് ഇയർലി ഡിഫറെൻ്റ് ആയി കാണുവാണ്. സോ ഞാൻ രണ്ടും റോസിലേക്ക് സെലക്ട് ചെയ്തിട്ടുണ്ട്. സോ H1 വരുന്നതാണ് Q1, Q2. സോ H1 മാക്സിമം റവന്യൂ 7.7 ആണ്. അതിൽ Q1 3.3, 4.4 ഉണ്ടാക്കി. H2 ടോട്ടൽ റവന്യൂ 13.7 ആണ്. Q3 5.9, 7.8. So in total we are making 21.4. ഓക്കെ, ഇത്ര സിമ്പിളാണ് പിവോട്ട് ടേബിൾ യൂസ് ചെയ്തിട്ടുള്ള ഡാറ്റ. ഓക്കെ, സോ നമുക്കിവിടെ മന്ത് എന്നുള്ളത് ഞാനിവിടെ ഫിൽറ്ററിലിടണം. ഇതിൽ എനിക്ക് മന്ത് ഫിൽറ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സെലക്ട് ഓൾ. ഇവിടെ വേണ്ടുന്ന ഫെബ് മാത്രം സെലക്ട് ചെയ്യണം. ഫെബ് ഏത് മന്ത്, ഏത് ക്വാർട്ടർലിയിലാണ് വരുന്നത്? ഫസ്റ്റ് ക്വാർട്ടറിലാണ് ഫെബ്രുവരി വരുന്നത്. അത് ഫസ്റ്റ് ഹാഫിലാണ് ഫെബ്രുവരി മന്ത് വരുന്നത്. ഓക്കെ, സോ നമുക്ക് H1 Q1 അത് ഫെബ്രുവരി ഡാറ്റ മാത്രം, അതാണ് ഇവിടെ കിട്ടുന്നത്. സോ ഇത്രയും ഈസിയാണ് പിവോട്ട് ടേബിൾ യൂസ് ചെയ്യാൻ. വളരെ യൂസ്ഫുൾ ആണ്. ബിസിനസ്സിൽ വളരെ കൂടുതൽ യൂസ് ചെയ്യുന്നൊരു ടൂൾ കൂടിയാണ് പിവോട്ട് ടേബിൾസ്. ഓക്കെ, സോ പിവോട്ട് ചാർട്ട് എങ്ങനെ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ പ്രീവിയസ് ചാർട്ടിലേക്ക് തിരിച്ചു പോകാം. ഓക്കെ, സോ ഷീറ്റ് 1 അതാണ് നമ്മുടെ പ്രീവിയസ് ഡാറ്റ, ഒറിജിനൽ ഡാറ്റ. ഓക്കെ, സോ അടുത്ത നമുക്കൊരു ചാർട്ട് ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. സീരിയസ്ലി ഈ ഒരു ഓപ്ഷൻ ഞാൻ വളരെയധികം ഉപയോഗിക്കുന്ന ഒന്നല്ല. ഓക്കെ, സോ ചാർട്ട് ഉണ്ടാക്കിയ ഡാറ്റ അനലൈസ് ചെയ്യാൻ അത്ര സിമ്പിൾ ഡാറ്റ കിട്ടാറ് വളരെ കുറവാണ്. ചില സമയത്ത് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, സോ ഞാനതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ ഇൻസെർട്ട് ഓപ്ഷനിൽ പോയാൽ ഇവിടെ റെക്കമെൻഡഡ് ചാർട്ട്സ് എന്നൊരു ഓപ്ഷൻ ഓൾറെഡി നമുക്കിവിടെ, അല്ലാണ്ട് തന്നെ കുറേ ചാർട്ട്സ് ഇവിടെ ഉണ്ട്. സോ നമുക്കിവിടെ റെക്കമെൻഡഡ് ചാർട്ട്സ് യൂസ് ചെയ്യാം. എന്താണ് എക്സൽ റെക്കമെൻഡ് ചെയ്യുന്നത്? എനിവേ ഇറ്റ് വിൽ ബി ബെസ്റ്റ് ഐ തിങ്ക്. ഓക്കെ, ഇതാണ് ചാർട്ട് റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത്. Q1, Q2, Q3, Q4. ഓക്കെ, സോ നമുക്കിവിടെ ഒരു ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ഇതൊക്കെ യൂസ്ലെസ് ചാർട്ടാണ്. ഇറ്റ് ഡസൻറ്റ് മേക്ക് എനി സെൻസ്. ഇതെന്ത് ചാർട്ടാണെന്ന് നോക്കാം. ഡിഫറെൻറ്റ് കളേഴ്സ് ഒക്കെ കാണുന്നുണ്ട്. റവന്യൂ, ക്വാർട്ടർ, സെലക്ട് ദിസ് വൺ. ഓക്കെ, റവന്യൂ ഗ്രീൻ കളറിൽ കാണുന്ന റവന്യൂ ആണ്. ഗ്രോത്ത് ആണ് ബ്ലൂ കളർ കാണുന്നത്. ഈ ഡാറ്റ ഞാൻ മെയ്ഡപ്പ് ഡാറ്റ ആണല്ലോ, അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഈസിനെസ്സിന് വേണ്ടി 10% എക്രോസ് കൊടുക്കുകയാണ് ചെയ്തത്.
സെയിം. സോ ഗ്രോത്ത് എപ്പോഴും 10%ആയിരിക്കും. ഈ ഒരു സെയിം പാറ്റേൺ ആയിരിക്കും. ഇഫ് യു ചെക്ക് ദ പാറ്റേൺ ഇറ്റ് വിൽ ബി സെയിം, ബിക്കോസ് ഇതെല്ലാം 10% ഗ്രോത്ത് ആണ് കാണിക്കുന്നത്. സോ ഓക്കെ, ജസ്റ്റ് നമുക്കൊന്ന് ഡാറ്റ ഒന്ന് അൾട്ടർ ചെയ്യാം. റവന്യൂ ഇൻ CR എന്നുള്ളത് ഇവിടെ ഒരു ഫോമുലാണുള്ളത്. ഞാൻ ജസ്റ്റ് ഒന്ന് മാറ്റാൻ പോവുകയാണ്. ഫസ്റ്റ് മന്ത് 1.2 ഉണ്ടാക്കി, സെക്കൻഡ് മന്ത് 2.3, തേർഡ് മന്ത് 2.2, 3.3, 3.3, 3, again 2.8, 2.9, 3.5, 4, 4.5, again 4.6, let's say 4.6. ഇനി നമുക്കിതൊന്ന് സെലക്ട് ചെയ്യാം. ഓക്കെ, റെക്കമെൻഡഡ് ചാർട്ട്സ്. ഓക്കെ, ഓരോ ക്വാർട്ടറിലുള്ളതും ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് മന്ത്ലി എടുക്കാം, മന്ത്ലിയാണ് ബെറ്റർ എന്ന് തോന്നുന്നു. ഓക്കെ, സോ ഞാൻ ഈ ചാർട്ട് സെലക്ട് ചെയ്യണം. ഓക്കെ, ഇവിടെ ചാർട്ട് സെലക്ട് ആയിട്ടുണ്ട്. ഇവിടെ ആക്സസിൽ കാണുന്നത് ക്വാർട്ടറാണ്. ഈ ക്വാർട്ടർ മാറ്റി നമുക്ക് മന്ത് ഇടാം. ഓക്കെ, വി ഗോട്ട് ദ ഡാറ്റ. സോ ഈ ഒരു പാറ്റേണിലാണ് ഡാറ്റ. സോ വെൻ വി ആർ ചെക്കിങ് ഇറ്റ്സ് എ ഗ്രാജുവൽ ഇൻക്രീസ്. വി ക്യാൻ സീ ഇറ്റ്സ് എ ഗ്രാജുവൽ ഇൻക്രീസ്. എന്തുകൊണ്ട് ഇവിടെ ഒരു ഡിപ്പ് ഉണ്ടായി എന്നുള്ളത്, അതാണ് ആ ബിസിനസ്സിൻ്റെ പ്രോബ്ലം. സോ ഇതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കലാണ് ആസ് എ ബിസിനസ് അനലിസ്റ്റ് ഒരു ബിസിനസ് അസോസിയേറ്റ് നമ്മുടെ ഡ്യൂട്ടി. സോ ബട്ട് ഇൻ ടോട്ടൽ ഇറ്റ്സ് എ ഗ്രോത്ത് ഓൺലി. ഞാൻ ഇൻഡെപ്തായിട്ട് പോകുന്നില്ല. ഇങ്ങനെയുള്ള ചാർട്ട് ഉണ്ടാക്കാമെന്ന്. ഈ ചാർട്ടിൻ്റെ റവന്യൂ ഇവിടെ മാറ്റാം. എനിക്ക് ഇഷ്ടമുള്ള റവന്യൂ ചെയ്യാം. ആർട്ടിക്കിൾ ടൈപ്പ് കൊണ്ടുവരാം. ഡിഫറെൻറ്റ് ആർട്ടിക്കിൾസ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. പിന്നെ ഇതിന് കുറിയെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ലൈൻ ചാർട്ട് കൂടി ഇടാൻ പറ്റും. അങ്ങനെ മെനി ഓപ്ഷൻസ് ആർ ദെയർ. ബട്ട് ഞാൻ അത്ര ഡീപ്പായിട്ട് പോകുന്നില്ല. നിങ്ങൾക്ക് ഇവിടെ ഡാറ്റ, നിങ്ങൾ ഉപയോഗിച്ച ഡാറ്റ ഇവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന ഡാറ്റ ഇവിടെ ചാർട്ടായിട്ട് വരും. ഇവിടെ മന്ത് മാറ്റി, മന്തുകൾ ഇവിടുന്ന് മാറ്റുകയാണെങ്കിൽ ഇവിടെ ഡാറ്റയും മാറി ടോട്ടൽ റവന്യൂ ഇവിടെ കാണും. സോ ക്വാർട്ടർലിയിലേക്ക് വരികയാണെങ്കിൽ ക്വാർട്ടർലി കാണാൻ പറ്റും. ഇത് പെട്ടെന്ന് മനസ്സിലായാൽ നിങ്ങൾക്ക് ഇത് യൂസേഴ്സ് ആണ്. സോ ഹാഫ് ഇയർലി മറ്റേ ഫസ്റ്റ് ഹാഫിനേക്കാളും സെക്കൻഡ് ഹാഫ് ഡെഫിനറ്റ്ലി ഗ്രോത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. സോ കമ്പനി ഈസ് ഗ്രോയിങ്, ഓർ ദിസ് ബിസിനസ് ഈസ് ഗ്രോയിങ്. സോ വളരെ ബേസിക് ആയിട്ടൊരു ഇൻട്രൊഡക്ഷൻ എക്സലിലേക്ക് തരണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുകയും ചെയ്തു. ഒരു ടോപ്പിക്കിനെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഇവിടെ. സോ ഇതാണ് ബേസിക്കായിട്ട് അറിയാനുള്ളത്. ഇനി നിങ്ങൾക്ക് ഇതിൽ തന്നെ ഒരു ഫോർമുലാസ് പഠിക്കാനുണ്ട്. സം ഫോർമുലയുണ്ട്, മിനി ഫോർമുലാസ് നിങ്ങൾക്ക് ഇവിടെ അറിയാനുണ്ട്. സം എഫ്സ്, എഫ് എറർ, വി ലുക്കപ്പ്, എച്ച് ലുക്കപ്പ്, അതൊക്കെ വരുന്ന സീരീസിൽ ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ഇറ്റ്. ഓക്കെ, സോ ഇത് വളരെ ബേസിക് ഇൻട്രൊഡക്ഷനാണ്. കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടോപ്പിക്സ് നമുക്ക് വരുന്ന സീരീസിൽ, അത് വരുന്ന വീഡിയോസിൽ കവർ ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു 5 or 10 വീഡിയോസ് മാക്സ്, അത് അത്രമാത്രമേ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. 30 minutes ലെങ്ത് എന്തായാലും പോകില്ല. ഒരു 10 minutes മാത്രമേ നെക്സ്റ്റ് വീഡിയോസ് ഉണ്ടാകാൻ ചാൻസ് ഉള്ളൂ. സോ അതിൽ ആ ഒരു 10 വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഇൻ്റർവ്യൂ ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്ന എക്സൽ ഇൻ്റർവ്യൂസ് ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ടോപ്പിക്സ് ഒക്കെ കവർ ചെയ്യുന്നതാണ്. അതിനുശേഷം ഒരു 1 or 2 വീഡിയോസ് ഇൻ്റർവ്യൂ സ്പെസിഫിക് ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതിനുശേഷം യു വിൽ ബി ഫ്ലുവൻറ്റ് ഇൻ എക്സൽ, ഐ ഗസ്. ദാറ്റ്സ് ഓൾ ഗൈസ്. താങ്ക് യു.